വാർത്തകൾ വിശദമായി നോക്കാം. വയനാട് ടൗൺഷിപ്പിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളിൽ വിള്ളൽ കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ രാജനും നിർമ്മാണ ചുമതലയുള്ള ULCC അധികൃതരും ടൗൺഷിപ്പിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ശാസ്ത്രീയ പരിശോധനയുടെ ഭാഗമായാണ് പെൻസിൽ മാർക്കിംഗ് നടത്തിയതെന്ന് വിശദീകരിച്ച മന്ത്രി വിള്ളൽ വാർത്തകൾ വ്യാജമെന്നും അറിയിച്ചു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ OJ ജനീഷും പ്രദേശം സന്ദർശിക്കുന്നുണ്ട്. എന്നാൽ വലിയ ചർച്ചകൾക്ക് ഈ സംഭവം വഴിവെച്ചിരിക്കുന്നു. അപ്പോൾ ടൗൺഷിപ്പിൽ ഉയരുന്നത് അനാസ്ഥയോ ആരോപണം? അത് മാർക്കർ വര തന്നെ. അടയാളപ്പെടുത്തിയ വരകൾ മായ്ച്ചുകൊണ്ട് മന്ത്രി കെ രാജൻ പറഞ്ഞ വാക്കുകളാണിത്. വ്യാജ മാധ്യമ വാർത്തകൾ എന്നാണ് CPIM അണികൾ പറയുന്നത്. വിള്ളലില്ലെങ്കിൽ എന്തിനാണ് രണ്ടാമതൊരു കോൺക്രീറ്റ് വർക്ക് നടത്തുന്നത് എന്ന് മറുചോദ്യവും ഉയരുന്നുണ്ട്. സൈബറിടത്ത് വലിയ വാഗ്വാദങ്ങളാണ് ഇക്കാര്യങ്ങൾ ഇതിൽ നടക്കുന്നത്. വലിയ തരത്തിൽ രാഷ്ട്രീയപരമായി തന്നെ ഈ വിഷയം ഏറ്റെടുത്തിട്ടുമുണ്ട്. എന്തായാലും വയനാട്ടിൽ നിന്നും ലിൻഡോ വിവരങ്ങളുമായി ചേരുകയാണ്. ലിൻഡോ, ഇപ്പോൾ OJ ജനീഷ് കൂടി സംഭവസ്ഥലം സന്ദർശിക്കുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും ഈ വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം അത് വലിയ തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചയാകുന്നു കേരളത്തിൽ. ഇന്നിപ്പോൾ ഈ ഒരു പുതിയ വിഷയം കൂടി വന്നു. മന്ത്രിയടക്കം അവിടെ നേരിട്ടെത്തി, റവന്യൂ മന്ത്രി എത്തിയാണ് ഇത് പരിശോധിച്ചത്. അതിന്റെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. നിലവിലെ അവിടുത്തെ സാഹചര്യം, അവിടുത്തെ വിവരങ്ങളെല്ലാം നൽകുക. സ്വാതി, കഴിഞ്ഞ ദിവസമാണ് വയനാട് ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന 178 വീടുകളിൽ 2 വീടുകളിൽ വിള്ളൽ കണ്ടെത്തി എന്ന തരത്തിലുള്ള ആരോപണം ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതനായിട്ടുള്ള ഈ വീട് ലഭിച്ച ആള് തന്നെ ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കെ രാജനും ULCC അധികൃതരും ഈ വീട് സന്ദർശിക്കുന്നത്. ഇത് ഒന്നാമത്തെ സോണിലുള്ള എ ബ്ലോക്കിലുള്ള 8ാമത്തെ നമ്പർ വീടാണ് ഇന്ന് കെ രാജൻ സന്ദർശിച്ചത്. ഈ സന്ദർശന വേളയിൽ തന്നെ ഈ ULCC അധികൃതർ മാർക്ക് ചെയ്തിട്ടുള്ള പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത ഭാഗം പലപ്പോഴായി മാധ്യമങ്ങൾ അതാണ് വിള്ളലുകൾ എന്ന തരത്തിൽ പ്രചരിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് കെ രാജൻ ഇന്ന് ആ മാർക്കർ ഉരച്ച് കളയുകയും അതും വിള്ളലല്ല എന്ന് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയും ചെയ്തു.